This video is sponsored by Color Shield Roofing Sheets. കരുത്ത് കാലങ്ങളോളം. Yes, madam. എനിക്ക് പ്രസാദിനെ അറിയാം. നിങ്ങൾ താങ്ക് യു മാഡം, താങ്ക് യു. അല്ല, ഈ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് എപ്പോഴായിരുന്നു? 15th. ആ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ. ഇത് സംഭവം എന്ന് വെച്ചാൽ അടുത്ത മാസം 15 കഴിയും ഇന്റർവ്യൂ. ശരി ഏട്ടാ, ശരി ശരി, ഓക്കെ. ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോണതേ ക്രമാനുസൃതമായിട്ടാണ്, ഘട്ടം ഘട്ടമായിട്ട്. അതായത് സാധാരണ മരണം. രോഗി മരിക്കാൻ കിടക്കുമ്പോൾ ആദ്യം ശബ്ദം, പിന്നെ കേൾവി കുറഞ്ഞില്ലാതാവും, പിന്നെ കാഴ്ച, മരിച്ചു. ഇതാണ് സാധാരണ മരണം. പക്ഷെ അപകട മരണം അങ്ങനെയല്ല. പെട്ടെന്ന് ജീവൻ പോവില്ലേ ശരീരത്തിൽ നിന്ന്. അപ്പൊ ഈ ആത്മാവിന് ഭൂമിയിൽ ജീവിച്ച കൊതി തീർന്നില്ല, ഒരുപാട് കാലം ഇനിയും ജീവിക്കണം. അപ്പൊ അതിനുള്ള ആർത്തി. അപ്പൊ ശരീരമില്ല. അപ്പൊ ഈ ആത്മാവ് ശരീരത്തെ തേടിയുള്ള യാത്രയാണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു ശരീരം ഉണ്ടോ എന്ന് നോക്കും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പേടിച്ചാൽ പേടിക്കുന്ന ഒരു ശരീരത്തിൽ കയറും. ഇവിടെയൊക്കെ ചുറ്റി പരതി ഇങ്ങനെ നടക്കും. അതാണ് അപകടമരണം. ആഗ്രഹം പൂർത്തിയാക്കാതെ അടങ്ങാത്ത രോക്ഷവും സങ്കടവുമായിട്ട് ചില അപശബ്ദങ്ങളെ കേൾക്കാറില്ലേ? എന്നുള്ള ശബ്ദം കേൾക്കുന്നത് ആത്മാവ് വിലപിക്കുക. ഞാനിവിടെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറയാത്തതാണ്. പണ്ട് ഈ പാറമടയിലെ ജോലിക്ക് നിന്നപ്പോ ഒരാള് മോളിൽ താഴെ വീഴുന്നു, മരിച്ചു. പാറമട ഇപ്പൊ മൊത്തം വെള്ളമില്ലേ? അത് ഇപ്പോഴും വെള്ളപ്പൊക്കത്തിലൂടെ വെള്ളമായത്, മുമ്പ് അഗാധ ഗർത്തമായിരുന്നില്ലേ? ഇടിവിട്ട എന്താ എന്നറിയാമോ? ലക്ഷണം കാണിക്കുകയാണ്. അതായത് ആ ആത്മാവിന് ഇതുവരെ ശാന്തി കിട്ടിയിട്ടില്ല, മോക്ഷപ്രാപ്തി കിട്ടിയിട്ടില്ല. അപകട മരണമല്ലേ? അതിങ്ങനെ കറങ്ങി കിടക്കും. പലരും കണ്ടിട്ടുണ്ട്. മുളകൂട്ടത്തിനിടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ചിലർ കണ്ടിട്ടുണ്ട് രാത്രി 12 മണിയാകുമ്പോൾ നീന്തും, പാറമണപ്പം നീന്തും, അങ്ങോട്ട് പോയിങ്ങോട്ടും അങ്ങോട്ട് പോയിങ്ങോട്ടും. ഞാൻ നടക്കുന്ന മുക്കിലിട്ട് പൊങ്ങി ചാടിങ്ങി നെയ്യുന്നു, ഇത് താഴും. പിന്നെ വേറൊരാൾ കണ്ടതാണ് വെള്ളിയാഴ്ച ഉച്ച സമയങ്ങളിൽ വെള്ളിയും ചൊവ്വയാണ് നമ്മളെ ഗേറ്റ് ഒഴിഞ്ഞ് ഒരാൾ പോകുമ്പോൾ എന്നിട്ട് തലക്കെട്ട് കെട്ടി ഇപ്പുറത്തെ മതിൽ കൂടെ പോയി ഇതുവഴി പോയി നമ്മളെ വീടിൻ്റെ സൈഡ് അടുക്കളയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നേരെ അങ്ങ് പോയിട്ട് ഒരാൾ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ലക്ഷണമാണ് തുമ്മലും കിമ്മലൊന്നുമല്ല. ഈ ആത്മാവ് സഞ്ചരിക്കുന്ന വഴികളിൽ പോകുമ്പോൾ എവിടെ മൂക്കൂടെ കയറി തല കൂടെ ഇറങ്ങി പോകും. അപ്പോൾ നമുക്ക് ഇതിനെ തുമ്മലുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ പാറമടയിൽ വീഴുന്നില്ലേ, അയാൾ ആത്മാവ് ചില സമയങ്ങളിൽ ഇതുവഴി കറങ്ങി അടുക്കള വഴി പോകുന്നതാണ് കേട്ടിട്ടുള്ളത്. അതൊക്കെ പോട്ടെ.
വെള്ളം എടുത്തുണ്ടോ? അല്ല അല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി എടുക്കാം. വെള്ളിയാഴ്ച ഞാൻ പേടിച്ച് കഴിഞ്ഞാൽ ദേഹത്ത് കയറും. നീലുവേ, നീലു ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വീടിന്റെ ആറില്ലേ, ആറിന്റെ അക്കരെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട്ടിലൊരു കുട്ടി, ആ കുട്ടി എപ്പോ നോക്കിയാലും ആറ്റിന്റെ കരയിൽ പോയി ഇരിക്കുള്ളൂ. വീട്ടുകാരൊക്കെ പറഞ്ഞാലും ആ കുട്ടി അനുസരിക്കുന്നില്ല. അതിനെപ്പോഴും ആറ്റിന്റെ കരയിൽ പോയി ഇരിക്കണം. ഒരു ദിവസം ഈ കുട്ടിയെ പെട്ടെന്ന് കാണാണ്ടായി. വലിയ കുട്ടിയാണമ്മ? ആ, നിന്റെ പ്രായമൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് പറയാമ, എന്നിട്ട് ഈ ആറ്റിലേക്ക് എടുത്ത് ചാടിയതാണോ അല്ലെങ്കിൽ ഇറങ്ങിയപ്പോ മുങ്ങിപ്പോയതാണോ ഒന്നും അറിയില്ല. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കൊച്ചിന്റെ ബോഡി കിട്ടി. പിന്നെ അതെ, ഇപ്പോഴും ആ കുട്ടി ആ ആറ്റിന്റെ കരയിരുന്ന് ഇങ്ങനെ കരയണ ശബ്ദവും ആ കുട്ടിയെ എപ്പോഴും എല്ലാവർക്കും കാണാനും പറ്റും. അടുത്ത് നിന്ന് നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണൂല. ആ കുട്ടി അപ്പൊ തന്നെ അപ്രത്യക്ഷമാവും. ഇപ്പോഴും ആൾക്കാര് കാണാറുണ്ട് ആ കുട്ടി അവിടെ ഇരുന്ന് കരയണത്. ആണോ? ആ, അടുത്ത് നോക്കുമ്പോ കുട്ടിയെ കാണൂല. ഇതുപോലെ തന്നെ പണ്ട് നെയ്യാറ്റിയിലെ നമ്മുടെ പറമ്പിൽ വലിയൊരു ആഞ്ഞിലി മരം ഉണ്ടായിരുന്നു. അതിന്റെ ഉത്രോണി കൊമ്പിൽ ഒരു ശവം ഇങ്ങനെ കിടന്നു. അയ്യോ ചേട്ടാ, മതി ചേട്ടാ പ്ലീസ്. ഞാൻ കേട്ടിട്ട് എന്നെ പേടിയാവണോ? അമ്മ ഒരുപാട് കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റൊമാൻറ്റിക് അനുഭവമൊക്കെ ഉണ്ടോ? ജയതിനെ കെട്ടോടുകൂടി രമേന്റെ പ്രാരഭയൊക്കെ അങ്ങ് പോയി. ഒന്ന് പോ ചേട്ടാ. ഇല്ല കേശു, ഞാൻ ഒരു തവണ ഉണ്ടല്ലോ ആര്യനാട് വീട്ടിലെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്നൊരാൾ രൂപം വെളുത്തിട്ട് ഇങ്ങനെ പാസ് ചെയ്ത്. ഞാൻ അപ്പൊ തന്നെ അമ്മയെ വിളിച്ച് കാണിച്ചെന്നല്ല ഞാൻ പറഞ്ഞിങ്ങനെ കാര്യം. അപ്പൊ അമ്മ പറയാ അത് കോടമഞ്ഞാന്ന്. നോക്കുമ്പോ ശരിയാ, അതിങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നുണ്ട്. അതുണ്ടാവാറുണ്ട് കോടമഞ്ഞൊക്കെ. ആ എടാ, ഈ ഫോഗ് പോലെ. ഫോഗ് ദൂരെ നോക്കുമ്പോ ഫോഗ്, അടുത്ത് നോക്കായിരുന്നു. അങ്ങനെ വരും, രൂപമാറ്റം വരും. മിക്കവാറും ഈ സംഭവം ഫോഗായിട്ടാണ് ഇങ്ങനെ പോണത്. ഫോഗ് എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ, ഫോഗല്ലത്. ആള് ആള് എല്ലാരും പോ. ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുതേ കേട്ടാ. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിൽ വെച്ചുള്ളതിലെന്നാ എന്താ വെച്ചാ പറയണേ? ഇടയ്ക്ക് പേടി വരരുത്. പേടി വന്നു കഴിഞ്ഞാൽ മറ്റേ ശരീരത്തിൽ കയറൂലേ, വലിച്ചിട്ട് കൂടും, തറയിട്ടിട്ട് ചോര കുടിച്ചിട്ട് പോകും. പേടി വേണ്ട, ഞാൻ പറഞ്ഞില്ല, എത്ര പ്രാവശ്യം പറഞ്ഞു. നീലു പിള്ളേർക്ക് ധൈര്യം കൂടെ. ഫോഗായിട്ട് ഇങ്ങനെ വരും, വന്ന് ഇങ്ങനെ പോകും. അച്ഛൻ പറഞ്ഞ പോലെ ഇവിടെ ആത്മാവൊക്കെ കാണുമോ? എന്റെ പൊന്ന് കേശു, നീ ഒന്ന് മിണ്ടാണ്ടിരി. ഞാൻ ഈ ഗെയിം കളിക്കുന്നതന്നെ എന്റെ മൈൻഡ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിട്ടാ. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ലടാ. എന്റെ പ്രേതം. നീ ഇങ്ങനെ ഗെയിം കളിച്ചോണ്ടിരിക്കുക, എന്നോട് സംസാരിക്കടി. ഞാൻ എന്ത് സംസാരിക്കാനാ? ഒരു കാര്യം ചെയ്യ്, ഞാൻ ഫോൺ ഈ ഗെയിം ഒന്ന് കഴിഞ്ഞോട്ട് എന്നിട്ട് തരാം. ശിവാ, ശിവോ, ശിവാ, കൊണ്ട് നീ ശിവാ, 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 നീ ആ ഇവിടെ വന്നിക്കണം. ഡീ എടി എടി
അങ്ങനെയും പോലെ ഞാനെങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വന്നിരിക്കണേ? അല്ല, റൂമിലിരുന്നിട്ടേ ഞാൻ ജനലിൽ കൂടി പുറത്തു നോക്കിയപ്പോ എന്തൊരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പോലെ തോന്നി. തുറന്നു നോക്കിയപ്പോ ഇലയും കാര്യങ്ങളും സാധനം ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതോ ആളങ്ങോട്ട് പോയാൽ തോന്നി. അത് പക്ഷെ തുറന്നു നോക്കിയപ്പോ ഇലയാണ്, കുഴപ്പമില്ല. അപ്പൊ എനിക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ്മെന്റിന് വേണ്ടി പുറത്തു വന്നിരുന്നു. ആണോ? പക്ഷെ ആരും അല്ല. ജനലിൽ കൂടെ നോക്കുമ്പോ നീ തോന്നിയില്ല, ആരോ ആണെന്ന് തോന്നിയില്ലേ? അതാരും അല്ലത്, അതാള് വേറെയാണ്. പക്ഷെ തുറന്നു നോക്കുമ്പോ അയാൾ മാറിയിട്ട് ഇലയായിട്ടും വാഴയായിട്ടും തെങ്ങായിട്ടൊക്കെ നിൽക്കും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നട്ടുച്ച നേരത്ത് പുറത്തിറങ്ങി ഇരിക്കരുത്, ഒരാൾ അനുഭവിച്ചോണം, അത്രേ ഉള്ളൂ. ഞാനേ ഈ ഫോറിൻ കൺട്രീസിലെ CCTV ഫുട്ടേജിലെ കോസ്റ്റിന്റെ അല്ല CCTV ഫുട്ടേജിലെ ഗോസ്റ്റിന്റെ പ്രേതങ്ങളുടെ അതിന്റെ ഒറിജിനൽ വീഡിയോസ് ഉണ്ട്. സംഭവം റിയൽ ആണ്. കാണുമ്പോൾ മനസ്സിലാവും, ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാവും. കാണിരുന്ന് കാണും. അത് കണ്ടോണ്ടിരിക്കായിരുന്നു. അതെ, കേശവ കണ്ട, നിങ്ങൾ കണ്ട വീഡിയോ? കണ്ടിരിക്കുന്ന അറിഞ്ഞതല്ലല്ലോ, ഇതൊക്കെ അറിഞ്ഞിരിക്കണതല്ലേ? വാ കാണണം, വാന്ന് കാണണമെങ്കിൽ കാണാം. വാ. എന്റെ തലയിൽ കയറി ഇരിക്കാത്തത് ഇങ്ങനെ മാറിക്കണം. ഞാൻ സൈഡിൽ വന്നിരിക്കാനല്ല ഉദ്ദേശിച്ചത്. നോക്കിയ കണ്ടാ, കാലില്ല പ്രേതത്തിന്റെ. നോക്കിയേ, രൂപം നടന്നു പറഞ്ഞാ, പക്ഷെ കാലില്ല. നോക്കിയേ, പോയി. പൂച്ച വന്നപ്പോ പോയി. സത്യം. സംഭവം എന്ന് വെച്ചാൽ ഈ പൂച്ചയ്ക്കും പട്ടിക്കൊക്കെ ഈ പ്രേതത്തിനെ അറിയാൻ പറ്റും. ചുറ്റും എവിടെയുള്ള ആ ഏരിയയിലുണ്ടെങ്കിൽ അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അപ്പൊ അടുത്ത വീഡിയോ നോക്കാം. എന്നെ പിടിയടോ. കാറ്റായിരിക്കും, കാറ്റായിരിക്കും. ആയിരിക്കണം. കാറ്റ് 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 കാട്ടെ നിന്നറേ കാറ്റ കാറ്റ എന്നിട്ട് എന്ത് നിക്കാത്ത? ഇപ്പൊ നിക്കൂടി. ചേട്ടാ കേശു കേശു
നിനക്ക് തോന്നിയായിരിക്കും. എനിക്കിത് ഭ്രാന്താണ് വന്ന് കണ്ടു നോക്കുന്നത്. നോക്ക് എവിടെയാ കത്തുന്നത്? എവിടെ കത്തണ? മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി. നോക്ക് ചേച്ചി അവിടെ ബൾബ് കത്തുന്നെന്ന്. ഇല്ലാത്ത ബൾബ് എവിടെന്നാ കത്തണ? ബൾബ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ കണ്ടല്ലേ? ലൈറ്റ് കത്തണ പിന്നെ ബൾബ് കാണാനല്ലോ. ബൾബ് മാറി മാറി കത്തിക്കൊണ്ടിരുന്നു. ബൾബ് എന്റെ ബൾബ് എവിടെ? എന്റെ ബൾബ് എവിടെ? അതല്ലേ പറഞ്ഞ് ഇത്രയും കൂടെ കത്തിണ്ടായിരുന്നു. മാറി 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 കത്തിക്കൊണ്ടിരുന്നു. മാറി മാറി കത്തിയെന്നല്ല. എന്റെ ബൾബ് എവിടെ? കളിക്കല്ലേ? കിട്ടാത്ത പ്രേതാത്മകൾ ഉണ്ടെങ്കിൽ അവര് നിങ്ങൾക്ക് ആരെങ്കിലും പരിശോധന അന്വേഷിച്ച് നോക്ക്. തന്ത്രി ബാലേന്ദ്രൻ നമ്പി ആരാണെന്ന് ഇങ്ങോട്ട് അവര് പറഞ്ഞുതരും. കുട്ടിക്കാലത്തെ ബാലി സ്കൂളിൽ പോകുമ്പോ മൂളിപ്പാട്ട് പാടിക്കൊണ്ടാണ് പോണത്. അത് സിനിമാ പാട്ടല്ല, അധർവവേദ മന്ത്രങ്ങളായിരുന്നു, ഉച്ചാരണ ആവാഹന മന്ത്രങ്ങളായിരുന്നു. കേൾക്കണോ? ഏകപട ദ്വിപട ത്രിപട ചതുർ പഞ്ചപട ഡങ്കാഡിങ്കോ ഡാഡിമടിയിടിബ കുബകൂബ കുബകൂബക്കർ കുബകൂബക്കർ. പേടിച്ചോയോ? പേടിച്ചോയോന്ന് വെക്കോ വെക്കോ. പരിസരത്ത് ഒരാളെ വെക്കോ. വരരുത്. പോയില്ല പോടി. This video sponsored by Color Shield Roofing Sheets. കരുത്ത് കാലങ്ങളോളം.